ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പ്രകൃതിയും ഭക്തിയും അതിമനോഹരമായി സമ്മേളിക്കുന്ന ഒരു പുണ്യഭൂമിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള കാട്ടിൽ മേക്കാത്തിൽ ദേവീക്ഷേത്രം. മണികെട്ടമ്പലം എന്ന പേരിൽ പ്രശസ്തമായ ഈ ക്ഷേത്രം അറബിക്കടലിനും ടി.എസ്. കനാലിനും നടുവിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്ത് തിരമാലകളുടെ ഇരമ്പലും മറുവശത്ത് ശാന്തമായ കായൽ പരിപ്പലും ഇവിടേക്കുള്ള യാത്ര തന്നെ മനസ്സിന് വലിയൊരു ആശ്വാസമാണ്. ദേശീയപാതയിൽ ചവറ ശങ്കരമംഗലത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചാൽ കൊട്ടാരക്കടവിൽ എത്തും. അവിടെ നിന്നും ക്ഷേത്രത്തിൻ്റെ തന്നെ ജങ്കാറിലോ ബോട്ടിലോ വേണം അക്കരെ എത്താൻ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ബോട്ട് ഇങ്ങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അക്കരയിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് അക്കരയിലെത്താനുള്ള ജങ്കാറ് വന്നെത്തിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ജങ്കാറിലേക്ക് കയറുകയാണ്. അവിടെ വരുന്ന ഭക്തർക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങളുമെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. കായൽക്കാറ്റേറ്റ് തെങ്ങിൻ തോപ്പുകളും കായലിലെ ഓളങ്ങളും കണ്ടുകൊണ്ടുള്ള ആ യാത്ര ഏതൊരു സഞ്ചാരിക്കും പ്രിയപ്പെട്ടതായിരിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമാണ് വൃശ്ചിക മഹോത്സവം. നവംബർ ഡിസംബർ മാസങ്ങളിലായാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് ദൂരത്തു നിന്നും ഒത്തിരി ഭക്തർ ദേവിയെ കാണുവാൻ ഇവിടെ എത്തുന്നുണ്ട്. ഉത്സവത്തിൻ്റെ അവസാന നാളുകളിൽ നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വൃശ്ചിക പൊങ്കൽ. ഈ പൊങ്കലിട് ഇവിടെ സമർപ്പിക്കാനായിട്ട് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഇവിടെ വരാറുള്ളത്. ഇത് അന്നദാന മണ്ഡപമാണ്. ഇവിടെ വരുന്ന ഭക്തർക്ക് കഴിക്കുവാനുള്ള അന്നദാനവും ഇവിടുന്ന് കിട്ടുന്നതാണ്. ഈ ക്ഷേത്രത്തിന് പറയാൻ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. കൊല്ലം പൊന്മനയിലെ ഒരു തറവാട്ടിൽ അതിഥിയായി എത്തിയ ഒരു പെൺകുട്ടി സാക്ഷാൽ ദേവിയായിരുന്നുവെന്നും പിന്നീട് ദേവി ഈ മണ്ണിൽ കുടികൊള്ളുവാൻ തീരുമാനിച്ചു എന്നാണ് വിശ്വാസം. കടൽ തീരത്ത് നിന്നും വെറും 10 മീറ്റർ മാത്രം ദൂരത്താണ് ഈ ക്ഷേത്രമെങ്കിലും 2004 ഭീകരമായ സുനാമി തിരമാലകൾ ഈ ക്ഷേത്രത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല എന്നത് ഭക്തർ ഇന്നും ഒരു വലിയ അത്ഭുതമായി കാണുന്നു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മണികെട്ടൽ. ഇവിടുത്തെ കൂറ്റൻ പേരാൽ മലത്തിൽ മണി കെട്ടിയാൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം. ഇവിടെയാണ് വഴിപാട് കൗണ്ടർ. ഞങ്ങൾ ഇവിടുന്ന് വന്ന് മണികെട്ടലിന് രസീത് എടുത്തു. ഈ രസീത് ക്ഷേത്രത്തിനുള്ളിൽ കൊടുത്താൽ അവിടുന്ന് മണി പൂജിച്ച് നമുക്ക് നൽകും. അത് നമ്മൾ ഇവിടുത്തെ പേരാൽ മലത്തിൽ 7 പ്രാവശ്യം വലം വെച്ച് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് കെട്ടാം. മക്കളില്ലാത്തവർക്കും വിവാഹം നടക്കാത്തവർക്കും രോഗശാന്തിയോ ആഗ്രഹിക്കുന്നവർക്കും ഈ മണികെട്ടൽ വലിയൊരു ആശ്വാസമാണ്. ഓരോ മണിയും ഓരോ ഭക്തൻ്റെയും തീവ്രമായ പ്രാർത്ഥനയുടെ അടയാളമാണ്. മണിയുടെ കിലുക്കവും കടൽക്കാറ്റും ചേരുമ്പോൾ അവിടെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നമുക്ക് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ് ഇവിടെ മണി കെട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന് പിന്നിൽ ഭക്തി നിർഭരമായ ഒരു കഥയുണ്ട്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഭക്തന് ദേവി നൽകിയ അരുളിപ്പാടാണത്രേ ഈ മണികെട്ടൽ. ആൽമരത്തിൽ മണി കെട്ടി പ്രാർത്ഥിച്ചാൽ ആ ശബ്ദം ദേവിയുടെ പക്കലെത്തുമെന്നും ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് ഈ ആൽമരത്തിൽ കാണുന്ന ഓരോ മണികളും ഓരോ മനുഷ്യൻ്റെ വിശ്വാസമാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം കടൽ തീരത്ത് അല്പനേരം ഇരിക്കുന്നതും യാത്രയുടെ ക്ഷീണം അകറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കടകളുണ്ട്. ചിന്തിക്കടകളും അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള പലതരം കടകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുവാനും സാധിക്കുന്നതാണ്. തിരക്കുകളിൽ നിന്ന് മാറി അല്പനേരം സമാധാനമായി പ്രാർത്ഥിക്കാനും പ്രകൃതി ആസ്വദിക്കാനും പറ്റിയൊരിടമാണ് കാട്ടിമേക്കാത്തിൽ. നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഇവിടെ വരണം. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയുമുള്ളൂ എൻ്റെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൂടെ ഉണ്ടാകണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.